സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. ഡൽഹിയിൽ വീണ്ടും കർഷകരുടെ വലിയ പ്രതിഷേധവും സമരവും അരങ്ങേറുകയാണ്. കർഷകരുടെ സമരത്തെ ഏത് വിധത്തിലാണോ ആദ്യത്തെ കർഷക സമരത്തെ നേരിട്ടത് അതിനേക്കാൾ രൂക്ഷമായ വിധത്തിൽ നേരിടാൻ ഭരണകൂടം ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജിഗീഷാണ് ഡൽഹിയിൽ നിന്ന്. ജിഗീഷ്, നമ്മൾ ഈ ആദ്യത്തെ കർഷക സമരം നമ്മൾ കണ്ടതാണ്. വളരെ ദീർഘമായ ഏതാണ്ട് 13 മാസം നീണ്ടൊരു സമരം. അന്ന് അതിനെ എങ്ങനെയാണോ നേരിട്ടത് അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഭീകരമായി നമ്മളൊരു രാജ്യാതിർത്തിയിലൊക്കെ വലിയ സന്നാഹം ഒരുക്കുന്നത് പോലെ നേരിടുകയാണ് ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ. ഈ ഒരു ഇലക്ഷൻ അടുത്തിരിക്കെ ഇത്തരം ഒരു ഇത്രയും കർശനമായൊരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ഇത്രയും രൂക്ഷമായ രീതിയിൽ അതിനെ നേരിടുകയും ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? നമസ്കാരം. ആദ്യം ഇങ്ങനെയൊരു വിഷയം ചർച്ച ചെയ്യുന്നതിന് അപ്ഡേറ്റിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. കാരണം രാജ്യത്തിലെ ജീവൽ പ്രശ്നങ്ങൾ, ലൈവ്ലിഹുഡ് ഇഷ്യൂസ് ഇപ്പോൾ പൊതുവെ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഈ ജനാധിപത്യത്തിന് തന്നെ ഒരു വലിയ ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്, ഈ നാട്ടിലെ പ്രൊഡ്യൂസേഴ്സ്, ഉൽപാദക വർഗം ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള വിഷയങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ഏതൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെയും ഒരു പ്രാഥമികമായ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ റിസാല അപ്ഡേറ്റിനെ ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചതിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇതിൽ ക്ഷണിച്ചതിൽ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2020-21 നടന്ന സമരം ഒരു ഏറെക്കുറെ ഒരു ലിമിറ്റഡ് അജണ്ടയ്ക്ക് വേണ്ടിയായിരുന്നു. ആ 3 കരിനിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ള ഒരു മിനിമം അജണ്ടയായിരുന്നു. പക്ഷെ ആ നിയമങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. കാരണം ഇതുവരെ ഇപ്പോൾ പ്രത്യേകിച്ചും രാജ്യത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ, അതായത് ഹരിയാന, പഞ്ചാബ്, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങൾ, രാജസ്ഥാന്റെ ചില ഭാഗങ്ങൾ, ഇവിടെയൊക്കെ നിലനിൽക്കുന്ന വളരെ ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള, അതിന് കുറച്ചുകൂടി പറയുന്നത് ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷിമാർഗങ്ങൾ പിന്തുടരുന്ന, രാജ്യത്തിന്റെ FCI ഗോഡൌണിനെ ഫിൽ ചെയ്യുന്ന, രാജ്യത്തിന്റെ FCI ഗോഡൌൺ രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന 5-6 സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകളാണ് പ്രാഥമികമായിട്ടും ആ സമരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഈ 3 നിയമങ്ങൾ വരികയായിരുന്നുവെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അവരുടെ പ്രൊക്യൂർമെന്റിനെ, അവർ ഉത്പാദിപ്പിക്കുന്നത് എന്തായിക്കോട്ടെ, നെല്ലായിക്കോട്ടെ, ഗോതമ്പായിക്കോട്ടെ, അതിന്റെ പ്രൊക്യൂർമെന്റിനെ അത് ബാധിക്കുന്ന രീതിയിലായിരുന്നു അത് സെറ്റ് ചെയ്തിരുന്നത്, ആ നിയമങ്ങൾ സെറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ രൂക്ഷമായ സമരത്തിന് കർഷകർ തയ്യാറായി. ഗവൺമെന്റ് മനസ്സിൽ പോലും കാണാത്ത വിധത്തിൽ അത്ര ദൃഢമായി 13 മാസത്തോളം അത് മുന്നോട്ട് പോയി. അപ്പൊ അന്ന് ഈ സമരം പിൻവലിക്കുമ്പോൾ ഏതാനും ചില ഉറപ്പുകൾ നൽകിയിരുന്നു. ഒന്ന്, പ്രധാനമായിട്ടും ഈ നിയമങ്ങൾ പിൻവലിക്കുന്നു, അതോടൊപ്പം തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് അതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പറയുന്ന ലഖിംപൂർ ഖേരി 4 കർഷകരുടെയും ഒരു പത്രപ്രവർത്തകന്റെയും കൊലപാതകത്തിനിടയാക്കിയ മന്ത്രിയുടെ പുത്രനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് ഇപ്പൊ ജാമ്യത്തിലാണ്. അപ്പൊ മന്ത്രി ഗൂഢാലോചന കേസിൽ പ്രതിയാണ് എന്നുള്ള ഒരു ആരോപണമാണ് കർഷകർ വെച്ചത്. അദ്ദേഹത്തിന്റെ രാജ്യം അത് പ്രത്യേകിച്ച് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല. ഈ കർഷകർക്കെതിരെ ചുമത്തി നിരവധി കേസുകളിൽ നിന്ന് പിൻവലിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിലും പ്രത്യേകിച്ച് യാതൊരു തീരുമാനങ്ങളുമായില്ല. അതുപോലെ ഈ ഡിമാൻഡിനോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ള മറ്റു ഡിമാൻഡുകൾ, അതായത് ഇലക്ട്രിസിറ്റി ആക്ട്, പ്രത്യേകിച്ചും അത് ഈ രാജ്യത്തെ ഇൻഡസ്ട്രികളെ, ഈ രാജ്യത്തെ കൺസ്യൂമേഴ്സിനെ ഒക്കെ ബാധിക്കുന്ന ഇലക്ട്രിസിറ്റി ആക്ടിലെ അമെൻമെന്റുകൾ പിൻവലിക്കണം എന്നുള്ള നിരവധി ഡിമാൻഡുകളാണ് ആ സമയത്ത് വച്ചിരുന്നത്. അപ്പൊ അതിനൊരു തുടർച്ച പിന്നീടുണ്ടായില്ല. ഗവൺമെന്റ് കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് നടത്തിയില്ല. അത് ഈ കമ്മിറ്റി രൂപീകരിച്ചുവെങ്കിലും ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് ഏതാനും കർഷക സംഘടനകളെ മാത്രം വെച്ച് കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി ഏതാനും 2-3 മീറ്റിങ്ങുകൾ മാത്രമാണ് നടത്തിയത്, ഒരു കൃത്യമായ റിപ്പോർട്ട് നൽകുന്നതിനോ. അപ്പോൾ ഈ സമരം
എന്ന് പറയുന്നത് ഇപ്പം ഇത് ഒരു ഒറ്റപ്പെട്ട സമരമല്ല. ഇപ്പം ഇത് സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ എന്നുള്ള രീതിയിൽ മാത്രമല്ല സമരം. ഇപ്പം ഇന്ന് രാജ്യത്തെമ്പാടും റൂറൽ ഹർത്താൽ ഒരു വശത്തും, അതുപോലെ ഈ സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ റൂറൽ ഹർത്താലും, അതുപോലെ 10ഓളം സെൻട്രൽ ട്രേഡ് യൂണിയനുകൾ, 6 കോടിയോളം തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള 10ഓളം സെൻട്രൽ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ ഇൻഡസ്ട്രിയൽ സ്ട്രൈക്കും വിവിധ സെക്ടറുകളിൽ ഇൻഡസ്ട്രിയൽ സ്ട്രൈക്കും നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൂചകം എന്ന് പറയുന്നത് ബേസിക്കലി ഈ നമ്മുടെ രാജ്യം ഇതൊരു ഘടനാപരമായ പ്രതിസന്ധിയിലേക്കാണ്. അപ്പോൾ ഈ ഘടനാപരമായ പ്രതിസന്ധി MSP എത്രത്തോളം വർക്കൗട്ട് ആവുന്നുണ്ട്, അതല്ലെങ്കിൽ ഇപ്പോൾ റിയൽ വേജസിൻ്റെ നഷ്ടം, ഇപ്പോൾ ILOൻ്റെ അടക്കം വിവിധ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. റിയൽ വേജസിൻ്റെ നഷ്ടം ഈ സൗത്ത് ഏഷ്യയിൽ പ്രത്യേകിച്ചും ഉണ്ടാക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അത് ഇന്ത്യക്കും അത് വലിയ രീതിയിൽ അത് ബാധകമാണ്. മൂന്നാമതായിട്ട് ഇപ്പോൾ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ UN മറ്റൊരു റിപ്പോർട്ട് വന്നിരുന്നു. 74.1% ഇന്ത്യക്കാർക്ക് ഒരു ഹെൽത്തി ഡയറ്റിനുള്ള ആക്സസ് ഇല്ല എന്നുള്ളത്. അങ്ങനെ വലിയ രീതിയിൽ ഒരു രാജ്യം ഭീമാകാരമായൊരു സാമ്പത്തികവും സാമൂഹികവുമായൊരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ അതിനെതിരെ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം എന്നുള്ള രീതിയിലാണ് ഈ കർഷകരുടെയും തൊഴിലാളികളുടെയും മാർച്ച്. ഇപ്പോൾ സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഏതാണ്ട് 27ഓളം മഹാപഞ്ചായത്തുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി. സംയുക്ത കിസാൻ മോർച്ചയാകട്ടെ ഈ ഹിന്ദുത്വ അജണ്ടയ്ക്കെതിരെ ഏതാണ്ട് 25,000-ഓളം സ്ക്വാഡുകൾ രൂപീകരിച്ച് രാജ്യത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ പോയി ഒരു 3-4 ലഘുലേഖകൾ രാജ്യത്തിന്റെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാക്കി അത് ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ വലിയ രീതിയിലൊരു പ്രചരണത്തിന്റെ ഒരു ഔട്ട്കം കൂടിയാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഡൽഹിക്ക് ചുറ്റും നടക്കുന്ന ഈ പ്രൊട്ടസ്റ്റ്. അപ്പൊ അത് ഈ ഘടനാപരമായ വിഷയത്തിലേക്ക് മാറുന്നു. കേവലം ഒരു 3 ആക്ടുകൾ മാത്രമല്ല, രാജ്യത്തിന്റെ ഇക്കോണമി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുമായി ബന്ധപ്പെട്ടുള്ള ഘടനാപരമായ പ്രശ്നങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ വലിയ രീതിയിലുള്ള ഒരു സപ്രഷൻ ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ തയ്യാറായത്. ഇപ്പോൾ നമ്മൾ കണ്ടു, ഡ്രോൺ ഉപയോഗിച്ച് ആദ്യമായിട്ടാണ് കണ്ണീർവാതക ഷെല്ലുകൾ ഇങ്ങനെ ടാർഗറ്റഡ് ആയിട്ട് അത് പ്രയോഗിക്കുന്നത്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു ഇലക്ഷന് മുന്നിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ കർഷകർക്കെതിരെ ഇത്തരത്തിലുള്ള വലിയ നടപടികളിലേക്ക് ഗവൺമെന്റ് മുന്നോട്ടാണ് പോകുന്നത്. കാരണം ഇത് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ഈ വലിയ ഏതാനും 3-4 ഒലിഗാർക്കുകൾ, ഫൈനാൻഷ്യൽ ഒലിഗാർക്കുകൾക്ക് വേണ്ടിയുള്ള സാമ്പത്തികവും അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതും ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടതും മറ്റ് സാമ്പത്തികത്തിന് മറ്റു വശങ്ങളുമായി ബന്ധപ്പെട്ട പോളിസികൾ, അത് മാറുന്നതിൽ നിന്ന് ആ പോളിസികൾ മാറ്റുന്നതിലേക്കാണ് ഇത്തരം സമരങ്ങൾ ചൂണ്ടുവലകയാവുന്നത് എന്നുള്ള പേടി കൊണ്ടാണ് ഗവൺമെന്റ് വലിയ രീതിയിൽ സപ്രഷന് തയ്യാറാവുന്നത്. അപ്പം ഇങ്ങനെയുള്ള സപ്രഷൻ ഉണ്ടെങ്കിൽ കൂടിയും ഗവൺമെന്റ് ഒരു ചർച്ചയ്ക്കൊക്കെ പോയിട്ടുണ്ട്. 3 മന്ത്രിമാർ 3-4 റൗണ്ട്, ഇപ്പോൾ 4ാമത്തെ റൗണ്ട് ചർച്ച ഉടനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ചർച്ചകൾ ഫലപ്രദമാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഫലപ്രദമാവുന്നില്ല. കാരണം ഗവൺമെന്റിന് MSP ഒരു ലീഗൽ MSP ആക്കാൻ യാതൊരു താല്പര്യവുമില്ല. കാരണം ലീഗൽ MSP ആക്കുന്നത് പ്രൊക്യൂർമെന്റ് വർദ്ധിപ്പിക്കുന്നതിനിടയാക്കും. പ്രൊക്യൂർമെന്റ് ഇല്ലാതെ ഒരു MSPക്ക് പ്രത്യേകിച്ച് അത് നിലനിൽക്കില്ല. പ്രൊക്യൂർമെന്റ് ഇല്ലാതെ MSP നിലനിൽക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ ഗവൺമെന്റ് ഈ പ്രൊക്യൂർമെന്റിന് വേണ്ടി തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ആരാണ് പ്രൊക്യൂർ ചെയ്യുന്നത്? വലിയ കമ്പനികളാണ്. ടാറ്റയുണ്ട്, ഇപ്പോൾ അതുപോലെ അംബാനിയുണ്ട്, അദാനിയുണ്ട്, ITC ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ വിവിധ കമ്പനികൾക്ക് അവർ ഇത് ചെയ്തോട്ടെ എന്നുള്ള മട്ടിലുള്ള ഒരു രീതിയിലാണ് ഗവൺമെന്റ്. റിലയൻസ് ഉണ്ട്. അങ്ങനെ ഈ ഗവൺമെന്റ് കൈയൊഴിയുക, ഈ മേഖലയിൽ നിന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പോലെയുള്ള ഒരു സ്ഥാപനം നടത്തുക, അതുപോലെ നമുക്ക് റേഷൻ തരിക, ഇത്തരം വിഷയങ്ങളിൽ നിന്ന് പതിയെ ഗവൺമെന്റ് പിന്മാറുന്നതിന് വേണ്ടിയായിരുന്നു ആ 3 ആക്ടുകൾ കൊണ്ടുവരുന്നത്. അപ്പൊ ആ 3 ആക്ടുകൾ ഇല്ലാതെ തന്നെ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള പരീക്ഷണത്തിലായിരുന്നു ഗവൺമെന്റ് ഈ സമരത്തിന് ശേഷമുള്ള 2 മാസക്കാലം. സംസ്ഥാന സർക്കാരുകളോട് അത് നിങ്ങളതുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു. വലിയ രീതിയിൽ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ ഭൂമി വിട്ടുകൊടുക്കുന്നതിനും അതുപോലെ മറ്റ് സഹായങ്ങളും ഒക്കെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വശത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് കർഷകരും തൊഴിലാളികളും കാർഷിക തൊഴിലാളികളും അഗ്രികൾച്ചർ വർക്കേഴ്സും നടത്തുന്ന സമരമാണ് ഇപ്പോൾ ഈ ഡൽഹിയിൽ എത്തി നിൽക്കുന്നത്. അത് കേവലം ഒരു SKM നോൺ പൊളിറ്റിക്കൽ അങ്ങനെ മാത്രമല്ല, അതിന് വിവിധ സ്ട്രീമുകളുണ്ട്. അത്
രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും. അപ്പോൾ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഇതിന്റെ ഈ പറയുന്ന ഏത് തരത്തിലുള്ള കർഷകനായിക്കോട്ടെ, ചെറുകിട കർഷകനായിക്കോട്ടെ, വലിയ കർഷകനായിക്കോട്ടെ, ഇവരുടെ എല്ലാം ആക്രമണത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ എല്ലാം പ്രതിഷേധത്തിന്റെ കുന്തമുന കേവലം കേന്ദ്ര സർക്കാരിലേക്ക് മാത്രമല്ല തീർന്നത്. അത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഈ പറയുന്ന വലിയ കമ്പനികളിലേക്ക് കൂടിയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു 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 ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതിലേക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ആ, ഒരു ഒരു ഈ രണ്ട് വർഗങ്ങളും, അതായത് വർക്കേഴ്സും അതുപോലെ കർഷകരും, തൊഴിലാളികൾ കർഷകരും ഒരുമിക്കുന്ന ഒരു 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 എന്താ പറയുക, ഒരു ഒരു അജണ്ട കൂടി ഇതിൽ കാണാം. കാരണം ഇപ്പൊ ഇന്നത്തെ റൂറൽ ബന്ദിലെ ഒരു പ്രധാന ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു മിനിമം വേജസ് ആണ്. മിനിമം വേജ് ഇല്ലാത്ത ഡെവലപ്പിംഗ് ഇക്കോണമീസിൽ ഏക രാജ്യമായിരിക്കും ഒരുപക്ഷെ ഇന്ത്യ. ഒരു മിനിമം വേജ് ഇല്ല. ഇവർ ചോദിക്കുന്നത് 26,000 രൂപ മാത്രമാണ് ഒരു മാസം മിനിമം വേജസ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നത്. വിലക്കയറ്റം നോക്കുകയാണെങ്കിൽ തക്കാളി ഒരു ഫ്രൂട്ട് എന്നുള്ളതിലേക്ക് തക്കാളിയുടെ ചരിത്രത്തിൽ 200 രൂപ ഇതുവരെ വില വന്നിട്ടില്ല. 1 കിലോ തക്കാളിക്ക് 200 രൂപ. ഉള്ളി, തക്കാളി, ഉള്ളി, അരി, ഗോതമ്പ്, ഭക്ഷ്യ എണ്ണകൾ, പരിപ്പ്, ഇതിൻ്റെയൊക്കെ വില ക്രമാതീതമായിട്ട് പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് ഗവൺമെന്റിന് അതിൻ്റെ എക്സ്പോർട്ട് ചുരുക്കേണ്ടി വരുന്നു. അതുപോലെ ഇപ്പൊ സ്റ്റോക്ക് അനൗൺസ്മെന്റ് അടക്കമുള്ള വിവിധ മെഷേഴ്സ് ഗവൺമെന്റിന് എടുക്കേണ്ടി വരുന്നു. 260-270 രൂപ വരെ ഉത്തർപ്രദേശ് പോലെയുള്ള ബൾക്കായി മറ്റേ തക്കാളി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനത്ത് 270 രൂപ വരെ ഒരു കിലോയ്ക്ക് തക്കാളി വരേണ്ടി വന്നു എന്നുള്ളത് ചരിത്രത്തിൽ ഉണ്ടാവാത്ത സംഭവമാണ്. അപ്പോൾ ഒരു വശത്ത് കർഷകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിന് 1 രൂപയും 2 രൂപയുമാണ് 1 കിലോ തക്കാളിക്ക് കിട്ടുക. അത് കൂട്ടത്തോടെ അത് നശിപ്പിക്കുന്ന വാർത്തകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതുമാണ്. അപ്പോൾ ഒരു വശത്ത് കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം അവരുടെ റിയലൈസേഷൻ ക്രൈസിസ്, മറുവശത്ത് സാധാരണ ജനങ്ങൾ, തൊഴിലാളികൾ അനുഭവിക്കുന്ന ഈ വിലക്കയറ്റം ഉണ്ടാക്കുന്ന ദുരിതം. ഇങ്ങനെ 2-3 തരത്തിലുള്ള ഈ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ സമരം കൊണ്ട് അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകരും തൊഴിലാളികളും ശ്രമിക്കുന്നത്. ഇത് പറയുമ്പോഴേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫ്യൂട്ടൈലായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് നരേന്ദ്രമോദി പലകാലത്തായിട്ട് നടത്തിയിരിക്കുന്നത് കാർഷിക വിളകളുടെ വില ഇരട്ടിയാക്കും. അതായത് ഉൽപ്പാദനത്തെക്കാൾ ഇരട്ടി വില ഉൽപ്പന്നത്തിന് ലഭിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന പ്രഖ്യാപനം, അതിനുള്ള കാലപരിധി പലവട്ടം പ്രഖ്യാപിച്ചിരുന്നു. അത് സംഭവിച്ചു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഡബിളിംഗ് ദ ഫാമേഴ്സ് ഇൻകം അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പറയാറ്. അങ്ങനെ പറയുമ്പോൾ അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അത് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുകയും അതിന് കാലപരിധി വയ്ക്കുകയും ഇപ്പോൾ അത് സംഭവിച്ചു എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ചെറുകിട ഇടത്തരം കർഷകർക്ക് വർഷത്തിൽ 6,000 രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നു. അത് 2019 ഇലക്ഷന് തൊട്ട് മുമ്പ് പ്രഖ്യാപിച്ചതാണ്. അതുപോലെ അങ്ങനെ കർഷകരെ വളരെ സവിശേഷമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് BJPയും കേന്ദ്ര ഭരണകൂടവും അവകാശപ്പെടുന്നത്. പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എന്തെങ്കിലും ചർച്ച ചെയ്യാനുള്ളത് എന്നുള്ള മട്ടിലാണ് പുറത്തു വരുന്ന അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ. ഇതിനപ്പുറം സമരം, അതായത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആക്ടിനെ കുറിച്ച് സംസാരിക്കുന്നു, മിനിമം സപ്പോർട്ട് പ്രൈസ് അത് നിയമപരമായി ഉറപ്പാക്കണം എന്നുള്ളത് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ കർഷകരുടേതിന് ആവശ്യങ്ങൾക്കപ്പുറത്ത് ഇതൊരു കുറച്ചുകൂടി ലാർജർ പെർസ്പെക്റ്റീവിലേക്ക് ഈ സമരം ചില ആവശ്യങ്ങൾ ഉന്നയിക്കുന്നില്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊരു സ്ട്രക്ചറൽ പ്രശ്നങ്ങളിലേക്ക്, ഘടനാപരമായ രാജ്യം നേരിടുന്ന ഘടനാപരമായ പ്രതിസന്ധികളിലേക്ക് കൂടി ഈ സമരം വ്യാപിക്കുകയാണ്. അതാണ് ഗവൺമെന്റിനെ ഒരുപക്ഷെ ഏറ്റവും ചൊടിപ്പിക്കുന്നുണ്ടാവുക. അതായിരിക്കും ഇപ്പോൾ ഒരു 6,000 രൂപ കൊണ്ട് തീരുന്ന പ്രശ്നമല്ല ഇവിടുത്തെ കർഷകരുള്ളത്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇൻപുട്ട് കോസ്റ്റ് 20-25 രൂപയും 1 കിലോ തക്കാളി ഉണ്ടാക്കുന്നതിന് വരുമ്പോൾ കിട്ടുന്നത് 1 രൂപ 2 രൂപയാണ് എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇവിടെ ഡീസലിന്റെ വില കൂടുന്നു, വളം കൃത്യമായ രീതിയിൽ ലഭ്യമല്ല, പലയിടത്തും വലിയ വലിയ ക്യൂ ഉണ്ട്. ഇതിനൊക്കെ ശേഷമാണ് 1 കിലോ 1 ചാക്ക് വളം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് യൂറിയ പോലെയുള്ള വളം, വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതിന്റെ ഇതിൽ. ഗവൺമെന്റ് പറയുന്നത് ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ്. ഗവൺമെന്റ് പറയുന്നത് ഇവിടെ ആഡിക്വേറ്റ് സപ്ലൈ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്, കർഷകർക്ക് വിവിധ സബ്സിഡികൾ ഞങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ്. അപ്പോൾ ഈ പ്രൊപ്പഗാൻഡയ്ക്ക് അപ്പുറത്ത് ഇത് എന്താ പറയുക, ഇതൊരു
ഈ പറഞ്ഞ പോലെ ഈ കേവലം ഒരു എന്താ പറയാ ഒരു ഏതെങ്കിലും ഓപ്പോസിഷൻ സംഘടനകൾ ചേർന്ന് നടത്തുന്ന ഒരു സമരവുമല്ല ഇത്. അത് ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ഇപ്പൊ ഈ ഡിമാൻഡുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഭാരതീയ കിസാൻ സംഘ് RSSന്റെ ഭാരതീയ കിസാൻ സംഘിന്റെ ഡിമാൻഡുമായിട്ട് പ്രത്യേകിച്ച് എന്താണ് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവർ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഭാരതീയ കിസാൻ സംഘിന്റെയും സ്റ്റേറ്റ്മെന്റുകൾ കാണുന്നത്. MSP വേണം എന്നുള്ളത് തന്നെയാണ്, MSPക്ക് വേണ്ടി ലോ വേണം എന്നുള്ളത് തന്നെയാണ് ഭാരതീയ കിസാൻ സംഘം പറയുന്നത്. അപ്പൊ ഇത് MSPയിൽ മാത്രം ഈ പ്രശ്നം തീരുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. കാരണം MSP കണക്കാക്കുന്നത് കഴിഞ്ഞ വർഷത്തെ മാർക്കറ്റ് പ്രൈസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത്തവണത്തെ വിളവെടുപ്പ് സീസണിൽ MSP ഇതാക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഡീസലിന്റെ വിലയിൽ വെച്ച് നിങ്ങൾക്ക് ഈ വർഷത്തെ ഡീസലിന്റെ വില കണക്കാക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷത്തെ വളത്തിന്റെ വില വെച്ചിട്ട് നിങ്ങൾക്ക് ഈ വർഷത്തെ വളത്തിന്റെ വില കണക്കാക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷത്തെ ലേബർ ചാർജ് വെച്ച് ഈ വർഷത്തെ ലേബർ ചാർജ് കണക്കാക്കാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതുണ്ട്. പക്ഷേ ഈ MSP നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അതിന് പ്രൊക്യൂർമെന്റ് പ്രൈസും എന്നുള്ള രീതിയിലാണ് തൊഴിലാളി സംഘടനകൾ ഇതിനെ കാണുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഇഷ്യൂസിനെ കൂടി ഇത് അഡ്രസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കർഷകരുടെ പ്രതിഷേധത്തിനിടയിൽ തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു പാർലമെന്റ്. അതിപ്പോൾ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അപ്പോൾ അത് ഫംഗ്ഷണലാണോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ അങ്ങനെ ഫംഗ്ഷണലൊന്നുമല്ല. പക്ഷേ അതിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണല്ലോ ഗവൺമെന്റ് വ്യക്തമാക്കുന്നത്. ഇലക്ട്രിസിറ്റി ആക്ടിൽ നിന്ന് അമെന്റ്മെന്റിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളത് കൂടിയാണ്. കാരണം അത് ഇപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ അംഗമായ പ്ലാനിംഗ് കമ്മീഷനിൽ നീതി ആയോഗിൽ ഗവൺമെന്റിന്റെ അഗ്രികൾച്ചറിന്റെ ചാർജുള്ള അംഗമായ രമേശ് ചന്ദ് അദ്ദേഹം പറയുന്നത് ഇലക്ട്രിസിറ്റി സബ്സിഡിയാണ് അഗ്രികൾച്ചറിനെ പുറകോട്ട് വലിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇലക്ട്രിസിറ്റി സബ്സിഡി എടുത്തു കളഞ്ഞില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വാദം. എല്ലാ ഇന്റർവ്യൂസിലും എല്ലാ ലേഖനങ്ങളിലും അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ട്രിസിറ്റി ആക്ട് മാറ്റിക്കൊണ്ട് ഇലക്ട്രിസിറ്റി സബ്സിഡി തന്നെ അവസാനിക്കണം എന്നുള്ള രീതിയിൽ. അപ്പൊ അത്തരം വിഷയങ്ങൾ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു പ്രതികരണവുമില്ലാതെ കയ്യും കെട്ടി കർഷകരോ അതല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകളോ സ്വീകരിക്കണം എന്നുള്ള ഒരു ഫാഷിസ്റ്റിക് മനോഭാവത്തിൽ നിന്നും കൂടിയാണ് BJP ഇവിടെ കാര്യങ്ങളെല്ലാം കറക്റ്റാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുന്നത്. പക്ഷെ അത് അല്ല. ഈ വരുന്ന കർഷകർ നോക്കുക, അത് അവർ കർഷകർ തന്നെയാണ്. പക്ഷെ അവർ കർഷകരല്ല, അവർ ഖലിസ്ഥാനികളാണ്. ഇപ്പൊ കഴിഞ്ഞ കർഷക സമരത്ത് ഭാരതീയ കിസാൻ യൂണിയൻ ഏകതാ ഉഗ്രഹാൻ ആയിരുന്നു ഒരു പ്രധാന മൊബിലൈസേഷൻ. ഈ ഭാരതീയ കിസാൻ യൂണിയൻ ഏകതാ ഉഗ്രഹാന്റെ ചരിത്രം തന്നെ തുടങ്ങുന്നത് ഖാലിസ്ഥാനി മൂവ്മെന്റുമായിട്ടുള്ള എന്താ പറയുക നിരന്തരമായ പോരാട്ടങ്ങളിലൂടെയാണ്. അപ്പൊ ഈ ഖലിസ്ഥാനി തീവ്രവാദികളുമായിട്ട് ഖലിസ്ഥാനി തീവ്രവാദികൾ വെടിയേറ്റ് മരിച്ച നിരവധി കർഷക നേതാക്കളുടെ ചരിത്രം ഈ ഭാരതീയ കിസാൻ യൂണിയൻ ഏകതാ ഉഗ്രഹാൻ പറയാനുണ്ട്. അതുപോലെ പഞ്ചാബിലെ നിരവധി കർഷക സംഘടനകൾ ഈ ഖലിസ്ഥാൻ മൂവ്മെന്റിന്റെ വിക്ടിംസ് ആണ് എന്നുള്ളതാണ്. അപ്പൊ അവർ പറയുന്നത് ഐഡന്റിറ്റി പൊളിറ്റിക്സിന് അപ്പുറത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈവ്ലിഹുഡ് പൊളിറ്റിക്സ് ആണ് പ്രധാനം. ആ പൊളിറ്റിക്സ് ആണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പൊ ഏതാനും കമ്പനികൾക്ക് വേണ്ടി പ്രത്യേകിച്ചും ഏതാനും വിദേശ കമ്പനികൾക്ക് വേണ്ടി ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് ഒരുങ്ങുമ്പോൾ ഞങ്ങളത് സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ അത് ഒരു എന്താ പറയുക ഒരു കേവല പ്രതിഷേധം എന്നുള്ള നിലയ്ക്കല്ല. SKMന്റെ ജലന്ധറിൽ നടന്ന കൺവെൻഷനിൽ അവര് പുറത്തിറക്കിയ റെസൊല്യൂഷൻസിലെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവ് പോളിസികളുമായി ബന്ധപ്പെട്ട് അവർ വളരെ വ്യക്തമായ ഒരു റോഡ് മാപ്പ് കൂടി അവർ തരുന്നുണ്ട്. അപ്പൊ അവർക്കൊരു എക്കണോമിക് അജണ്ട കൂടിയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് പ്രൊഡ്യൂസിങ് കോഓപ്പറേറ്റീവ്സ് ഉണ്ടാക്കുക, ഉൽപാദക സഹകരണ സംഘം ഉണ്ടാക്കുക, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടും ഇത്തരം സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് ബദലായി കോഓപ്പറേറ്റീവ്സ് എന്നുള്ള ഒരു മുദ്രാവാക്യം കൂടി സംയുക്ത കിസാൻ മോർച്ചയും അനുബന്ധ സംഘടനകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 500 കർഷക സംഘടനകളുടെ വലിയ കൂട്ടായ്മയാണത്. 6 കോടി തൊഴിലാളികൾ അംഗമായിട്ടുള്ള 10 സെൻട്രൽ ട്രേഡ് യൂണിയൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് അജണ്ട കൂടി സക്സസ്ഫുൾ ആയിട്ടുള്ള രാജ്യം ബ്രസീൽ പോലെയുള്ള രാജ്യം. ബ്രസീലിന്റെ കൃഷിമന്ത്രി 2 മാസം മുമ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു. ബ്രസീലിന്റെ കൃഷിമന്ത്രി എന്ന് പറയുന്ന അവിടുത്തെ സഹകരണ മേഖലയിൽ നിന്ന് ഉയർന്നു. ഞങ്ങൾക്ക് തന്നൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് കോഓപ്പറേറ്റീവ്സ് ഇസ് ദി ആൻസർ ഫോർ ദ ഫ്യൂച്ചർ എന്നുള്ളതാണ്. കാരണം ഈ ലോകമെമ്പാടും ഇപ്പൊ ഈ ഭക്ഷ്യപ്രതിസന്ധി, പ്രത്യേകിച്ചും ഈ ഉക്രൈനിൽ നടക്കുന്ന ഈ ഒരു പ്രതിസന്ധി കാരണം 40% ഫുഡ് ട്രേഡിനെയാണത് 1 മാസം 2 മാസത്തിനകത്ത് ബാധിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യണം? ആഭ്യന്തരോൽപാദനം വർദ്ധിപ്പിക്കാൻ എന്താണ് വഴി?
കോപ്പറേറ്റീവ്സ് ആണ് അതിന് വഴി. സഹകരണ സംഘങ്ങളിലൂടെ സഹകരണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വഴി. എന്നുള്ളതാണ് ബ്രസീൽ പോലെയുള്ള വലിയ രാജ്യങ്ങളിലടക്കം അത് സക്സസ്ഫുള്ളി അവരത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും ലുല പോലെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉയർന്നു വന്ന്. കാരണം ഇത്തരം ഇതിലൂടെയാണ് നാഷണലൈസേഷൻ. അതൊരു ഡിമാൻഡാണ്. ഇന്ന് പല രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാവട്ടെ, യൂറോപ്പിലടക്കം ജെറമി കോർബിൻ അടക്കമുള്ളവർ നാഷണലൈസേഷൻ ഒരു പ്രമുഖ ഡിമാൻഡായിട്ട് വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും, അത് എയർപോർട്ടുകളാവട്ടെ, തുറമുഖങ്ങളാവട്ടെ, നമ്മുടെ നാഷണൽ ഹൈവേസ് ആവട്ടെ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗോഡൗണുകളാവട്ടെ ഒക്കെ പ്രൈവറ്റൈസ് ചെയ്തു പോകുന്ന ഒരു ഘട്ടത്തിൽ അതല്ല വേണ്ടത്, അത് നാഷണലൈസേഷനാണ് വേണ്ടത് എന്നുള്ളൊരു അജണ്ട കൂടി ഇത്തരം സമരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, അതൊരു ഈ പ്രധാനമന്ത്രി കളിയാക്കിയ പോലെ ആന്തോളൻ ജീവികളല്ല. അവർ അത് ഒരു ഇക്കണോമിക് പോയിന്റ് കൂടി മുന്നോട്ട് വെച്ചിട്ടാണ് അവർ ഇത്തരം സമരങ്ങളിലേക്ക് വരുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ കഴിഞ്ഞ സമരം നമുക്കറിയാം, വലിയ തോതിൽ അതിനെ നേരിടാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. അത് ഈ തെരുവിൽ അതിനെ തടയാനുള്ള മതിലുണ്ടാക്കുക, മറ്റേ കമ്പിവേലി കെട്ടുക, അല്ലെങ്കിൽ ലാത്തി ചാർജ് ഉപയോഗിക്കുക, എന്താ പറയുക, കണ്ണീർവാതം ഉപയോഗിക്കുക, ഇത് മാത്രമായിരുന്നില്ല. മറ്റു രീതിയിൽ അതിനെ ഒരു ദേശവിരുദ്ധ പ്രക്ഷോഭമായി മുദ്ര ചാർത്താനുള്ള വലിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ഖലിസ്ഥാൻവാദികൾ, അതുപോലെ മറ്റു തരത്തിലുള്ള ദേശവിരുദ്ധമായ ശക്തികളുടെ പണം ഉപയോഗപ്പെടുത്തുന്ന ശക്തികളാണ് ഈ സമരത്തിന് പിന്നിൽ എന്നൊക്കെ ടാർണിഷ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ സമരം നടക്കുമ്പോഴും ഈ ഫിസിക്കലായിട്ടുള്ള പ്രതിരോധം വലിയ തോതിൽ അവിടെ ഏർപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിന് പാരലായിട്ട് ഈ പറയുന്ന വിധത്തിൽ ഇതിനെ ദേശവിരുദ്ധമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഈ ഡ്രോണിനെ നേരിടാൻ പട്ടം പറത്തിയപ്പോൾ ആ പട്ടങ്ങളിൽ ഒന്ന് കനേഡിയൻ പതാകയുള്ള പട്ടമായിരുന്നു എന്നൊക്കെ കേരളത്തിൽ വരെ വാർത്ത വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ നറേറ്റീവ് വീണ്ടും ആവർത്തിക്കുന്നുണ്ടോ ഈ സംഘപരിവാർ ഹാൻഡിൽ? അതെ, അതല്ലാതെ വേറെ നെറേറ്റീവ് സംഘപരിവാറിനില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ 7 പോയിന്റ് ഡിമാൻഡ് ചാർട്ടറാണ് സംയുക്ത കിസാൻ മോർച്ച നോൺ പൊളിറ്റിക്കൽ. അവർ കഴിഞ്ഞ ഓഗസ്റ്റ് 22 അവർ എന്താ പറയുക, ഒരു ജന്തർ മന്ദറിൽ സമരം നടത്തി അവർ സർക്കാരിന് അയച്ചു കൊടുത്തതാണ് ഈ 7 പോയിന്റ് ഡിമാൻഡ് ചാർട്ടർ എന്ന് പറയുന്നത്. അതുപോലെ സംയുക്ത കിസാൻ മോർച്ചയുടെയും സെൻട്രൽ ട്രേഡ് യൂണിയൻസിന്റെയും ഡിമാൻഡ് ചാർട്ടറും ഗവൺമെന്റിന്റെ മുമ്പിലുണ്ട്. അപ്പൊ ഈ ഡിമാൻഡ് ചാർട്ടർ വെച്ച് സംസാരിക്കും എന്നുള്ളത് കൂടി ഗവൺമെന്റ് ചെയ്യാവുന്നതാണല്ലോ, അല്ലെങ്കിൽ BJPക്ക് ചെയ്യാവുന്നതാണ്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അത് ഈ വരുന്ന പ്രക്ഷോഭകർ എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഖലിസ്ഥാനികളുമായിട്ട് നിരന്തരം എന്താ പറയുക, വളരെ രക്തരൂക്ഷിതമായ സമരത്തിൽ ഏർപ്പെട്ട ആളുകളാണ് പഞ്ചാബിലെ കർഷകർ. അപ്പോൾ അത് ഈ പഞ്ചാബിലെ കർഷകരുടെ ഒരു ഇടപെടൽ കൂടിയാണ് ഖലിസ്ഥാൻ വാദം പഞ്ചാബിൽ നിന്ന് മാറാൻ ഇടയായത്. ഒരു കൂട്ടം എന്താ പറയുക, സിഖ് ഐഡന്റിറ്റി ഫണ്ടമെന്റൽസ് ഉയർത്തിയ ഈ പ്രശ്നത്തെ അതേ മണ്ണിൽ നിന്നാണ് ചെറുത്ത് തോൽപ്പിച്ചത്. അപ്പോൾ അത് ഇവരെല്ലാം ഖലിസ്ഥാനികളാണ് എന്നുള്ളത്. ഇപ്പോൾ ഏതാനും ആന്റി സോഷ്യൽ എലമെന്റ്സ് സമരം നടക്കുന്നതിനിടയിൽ റെഡ് ഫോർട്ടിലേക്ക് കുതിച്ചു കയറി. അപ്പോൾ അവർ ഞങ്ങളുടെ ഭാഗമല്ല എന്ന് അന്ന് തന്നെ എല്ലാ സംയുക്ത കിസാൻ മോർച്ചയുടെ എല്ലാ ആളുകളും പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി അന്ന് അത് ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പട്ടത്തിൽ ഒരു പതാക കണ്ടോ, അല്ലെങ്കിൽ ആ വിഷയങ്ങളിലല്ലല്ലോ, അതല്ലല്ലോ കർഷകരുടെ ഡിമാൻഡ് ഇത് പറയുന്നത്. കർഷകർ പറയുന്നത് ചില വിഷയങ്ങളുണ്ട്. അത് WTO കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കർഷകർ പറയുന്നുണ്ട്. ഈ വിവിധ രാജ്യങ്ങളുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റുമായിട്ടുള്ള വിഷയങ്ങൾ കർഷകർ പറയുന്നുണ്ട്. അവരുൽപ്പാദിപ്പിക്കുന്ന ന്യായമായ വില ചോദിക്കുന്നുണ്ട്. കർഷകർക്ക് ഡൽഹിക്ക് വന്നൂടെ? ഡൽഹിയുടേത് കൂടിയാണ്, കർഷകരുടേത് കൂടിയാണ് ഡൽഹി എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. അപ്പോൾ അവർ ഇവിടെ വരുന്നു, അവർ സമാധാനപരമായി ഒരു ചർച്ചയെ ആഗ്രഹിക്കുന്നു ഗവൺമെന്റുമായിട്ട്, ഒരു റെസൊല്യൂഷൻ ആഗ്രഹിക്കുന്നു അവരുടെ പ്രശ്നങ്ങളിൽ എന്നുള്ളതാണ്. അപ്പോൾ അവരില്ലെങ്കിൽ ഈ 140 കോടി ജനങ്ങൾക്ക് ഈ പറയുന്ന പോലെ അന്നം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ കൂടിയാണ്. നിങ്ങൾ FCIയുടെ സ്റ്റോക്ക് എടുത്ത് നോക്കൂ. FCIയുടെ സ്റ്റോക്കിൽ ഈ പഞ്ചാബ്, ഹരിയാന, വെസ്റ്റേൺ UP ബൾക്ക് ഓഫ് 50% ഭക്ഷ്യധാന്യങ്ങൾ ഈ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പം അത് കാണാതെ കണ്ട് ഈ പറയുന്ന പോലെ അത് ഒരു വേറെ രീതിയിൽ അതിനെ സമരത്തെ ചിത്രീകരിക്കുക എന്ന് പറയുന്നതൊക്കെ അതൊരു
വളരെ എന്താ പറയുക, ഈ പറയുന്ന പോലെ ഈ ഘടനാപരമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സർക്കാരിന് തയ്യാറല്ല, BJP തയ്യാറല്ല എന്നുള്ളതുകൊണ്ടാണ് അത് വരുന്നത്. ഒരൊറ്റ കാര്യം കൂടെ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഡൽഹി ഈ കർഷകരുടേത് കൂടിയാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരുടേതുമാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ഡൽഹിയിലേക്ക് കടത്തില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി സർക്കാർ പ്രകടിപ്പിക്കുന്നത്? ഡൽഹിയിലേക്ക് കർഷകരെത്തുകയും അവരവിടെ പ്രക്ഷോഭം നടത്തുകയും അവരവിടെ സംഘടിക്കുകയും ചെയ്താൽ ഇതൊരു എന്താ പറയുക, അന്താരാഷ്ട്ര തീർച്ചയായിട്ടും സമൂഹത്തിലേക്ക് വരും. നോക്കൂ അങ്ങനെ നോക്കൂ ജനുവരി, അതെ, അത് മാത്രമല്ല, ജനുവരി 22 മുതൽ ഒരു പ്രത്യേക അജണ്ടയിൽ മാത്രമാണ് ഈ രാജ്യം സഞ്ചരിക്കൂ എന്നുള്ള ഉറച്ച വിശ്വാസത്തിലായിരുന്നു BJP. ഒരു 6 മണിക്കൂർ സമയം കൊണ്ടാണ് ഈ രാജ്യത്തെ ചാനലുകൾക്കും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും അത് മാത്രമല്ല അജണ്ട എന്ന് പറയേണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരൊറ്റ അജണ്ടയിൽ മാത്രം മുന്നോട്ട് പോകുന്ന BJPക്ക് അത് സഹിക്കില്ല എന്നുള്ളതാണ്. അപ്പം അത് പോളറൈസേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ അജണ്ട. ഇവിടെ ആളുകളുടെ തൊഴിലില്ലായ്മ വിഷയമാണ്, വലിയ രീതിയിലുള്ള വിലക്കയറ്റം വിഷയമാണ്, കാർഷിക പ്രതിസന്ധി വിഷയമാണ്. ഇതൊക്കെ കൂടി ചേർന്നുകൊണ്ടാണ് ഈ കർഷകരും തൊഴിലാളികളും ഒരു പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അത് ഏത് വിധേന എന്ത് വില കൊടുക്കും? കാരണം അവരുന്നയിക്കുന്നത് രാജ്യത്ത് സമൂലമായ മാറ്റം വരുത്തേണ്ടുന്ന നയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നത്. അത് അംബാനിയെ ബാധിക്കും, അത് അദാനിയെ ബാധിക്കും, അത് നരേന്ദ്രമോദിയെ ബാധിക്കും, അത് ഈ 75% സ്വത്തും കയ്യാളി വെച്ചിരിക്കുന്ന 1000-ഓളം മനുഷ്യരെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് അവരത് ഏത് വിധേനയും അവരുടെ കയ്യിലുള്ള എല്ലാ വിധാൽ ഉപയോഗിച്ചുകൊണ്ട് അവരതിനെ ചെറുക്കും എന്നുള്ളത് തന്നെയാണ്. അതാണ് കാണുന്നത് നമ്മൾ. അല്ലെങ്കിൽ പുത്തൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കണ്ണീർവാതക പ്രയോജനം നമ്മൾ ഒരുപക്ഷെ അത് നടക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് മറ്റൊന്ന് ഈ ഘടനാപരമായ പ്രശ്നങ്ങളിലേക്കാണ് ഈ സമരം വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് മറ്റേ സബ്സിസ്റ്റൻസ് ഫാർമേഴ്സിലേക്ക് ഇത് പടർന്നു പിടിക്കും എന്നുള്ളതാണ്. അത് സ്വന്തം അന്നത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്ന ഇപ്പം പറയുന്ന പല നമ്മുടെ ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലെ വലിയ ജനവിഭാഗത്തിലേക്ക് ഇതിൻ്റെ ഒരു ആശയം പടർന്നു പിടിക്കും. കാരണം നമുക്ക് നമ്മുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ ബീഹാറിൽ ഇൻഡിഗോ നീലം കർഷകർക്ക് വേണ്ടി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സിമിലർ ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പോൾ എന്ത് കൃഷി ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം, അത് ഏത് രീതിയിൽ പോകണമെന്ന് ഏതാനും കമ്പനികൾ തീരുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കർഷകർ അതിനെ എതിർക്കും എന്നുള്ളതാണ്. BJP പറയുന്നത് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എവിടെയെല്ലാം കർഷക സമരം ഉണ്ടായോ അവിടെയൊക്കെ ഞങ്ങൾക്ക് നല്ല വോട്ട് കിട്ടി എന്നുള്ളതാണ്. അതിന് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. കാരണം അത് ഇവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടികൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഓൾട്ടർനേറ്റീവ്, ഈ കർഷകർ തന്നെ പറയുന്ന നാഷണലൈസേഷൻ പോലെയുള്ള ആശയങ്ങൾ, അതല്ലെങ്കിൽ കോഓപ്പറേറ്റീവ്സ് പോലെയുള്ള ആശയങ്ങൾ, ഇവയെ നമ്മുടെ മുഖ്യധാര ഓപ്പോസിഷൻ പാർട്ടികൾ ഇതിനെ ഏത് തരത്തിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളത് കൂടി ബന്ധപ്പെട്ടായിരിക്കും ഈ സമരത്തിന്റെ ഇലക്ടറൽ ഭാവി എന്നുള്ളതാണ്. അപ്പം അതല്ലാതെ എന്താ പറയുക, ഈ സമരം കൊണ്ട് ഞങ്ങൾക്കാണ് നേട്ടം എന്ന് പറയുന്ന BJP സ്പോക്സ് പേഴ്സൺസ്. അപ്പം അത് അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഈ രാജ്യം ഒരു വലിയ കടുത്ത എക്കണോമിക് പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ളതിന് ഇപ്പോൾ ഈയിടെ തന്നെ ഇപ്പോൾ എംപ്ലോയ്മെന്റ് ഔട്ട്ലുക്ക് ILOന്റെ എംപ്ലോയ്മെന്റ് ഔട്ട്ലുക്കിൽ ILO പറയുന്നത് മൈഗ്രേഷൻ പോസിബിൾ അല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തൻ്റെതായ എല്ലാ രാജ്യങ്ങളും അവരവരുടേതായ രീതിയിൽ തൊഴിലുകൾ ഉണ്ടാക്കുകയും അവരവരുടേതായ രീതിയിൽ സ്കിൽ ഡെവലപ്മെന്റും ചെയ്തില്ലെങ്കിൽ ഇക്കോണമികൾ മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കോവിഡ് പോലെയുള്ള ഒരു മഹാമാരിക്ക് ശേഷം ഒരു ഗ്ലോബലി ഈ ഒരു ഇവരുടെ ഒരു സിസ്റ്റം, ഈ ഒലിഗാർക്സിന്റെ ഒരു എക്കണോമിക് സിസ്റ്റം വലിയ തകർച്ചയെ അത് നേരിടുന്നുണ്ട്. അത് എല്ലാ തലത്തിലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലും സ്വാഭാവികമായിട്ടും അത് റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. റൈറ്റ്. വളരെയധികം നന്ദി ജിഗീഷ്, ഞങ്ങളോട് ഈ തിരക്കിനിടയിൽ നിങ്ങൾ സംസാരിച്ചതിന്. സന്തോഷം. കർഷകരുടെ സമരം അത് ഏത് വിധത്തിലാണ് കഴിഞ്ഞ സമരം ഒരു ഐതിഹാസികമായ വിജയത്തിലേക്ക് അവർക്ക് എത്തിക്കാൻ സാധിച്ചത്, അതിൻ്റെ ഒരു തുടർച്ചയിലാണ് അവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് ഞങ്ങളോട്. താങ്ക് യു.